ഇതാ മനസ്സാ ചായ. പേപ്പറത്ത് മുഴുവൻ വായിച്ച് തീർന്നിട്ടില്ലേ? രാവിലെ തുടങ്ങിക്കണേലോ. പത്രത്തിലെ വിവരേ മുഴുവൻ അരിച്ചു പൊറുക്കി ഞാൻ വായിച്ചു. അതൊന്നും അറിഞ്ഞില്ലെങ്കിലേ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. പേപ്പറിനെ പൈസ കൊടുക്കണീന് ഏതായാലും മുതലാവും. നിങ്ങൾ അത് മുഴുവനായി ഇന്ന് വായിച്ചു. വേറെ ആരും അത് തൊട്ടുനോക്കൂല. അല്ലെങ്കിലും ഇപ്പൊ കുട്ടിയാക്കൊന്നേ ഒന്ന് പേപ്പർ വായിച്ചു കണ്ട ഒരു വായനശീലല്ലോ. ഒരു മൊബൈലിൽ തോണ്ടി കുത്തർക്കല്ലേ. അല്ലേടി അബ്ബാസ് എടുക്കെ പോയി? അബ്ബാസ് ഇപ്പണ ഇറങ്ങിപ്പോയി. ഓന്റെ കൂട്ടുകാരന്മാരൊക്കെ വന്നീനു. ഓനെ ഇക്കുറിയെ നമ്മളെ വാർഡിൽ സ്ഥാനാർത്ഥി ആവുകയാണല്ലോ. ഞാൻ കണ്ടില്ലല്ലോ ഓൻ പോണ്ടത്. ഓ സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണെങ്കിലേ ഇന്നോടൊന്ന് പറയണ്ടോന്. ഓൻ പോയപ്പോ നിങ്ങൾ അവിടെ കടക്കേനു. ഉറപ്പൊന്നും ആയിട്ടില്ല ഓൻ സ്ഥാനാർത്ഥിയായി നിക്കണത്. ഓനോട് സ്ഥാനാർത്ഥിയായി നിക്കണ്ടെന്ന് പറഞ്ഞാളെ. ആ അമ്മറാജിന്റെ ചെക്കനാണ് എതിര് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കിട്ടു. ഓലേറ്റൊന്നും ഇവ മത്സരിച്ചണ്ട. അതിനെന്താ ഓൻ നിന്ന് വെച്ചിട്ട് ഓൻ ജയിച്ചും. ഓന് നമ്മളെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും നാട്ടുകാർക്ക് മുഴുവൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും വോട്ട് കൊടുക്കുവോനു. ഓൻ നിന്നാ ജയിച്ചൊക്കെ ചെജ്ജും. അത് ഇച്ചറിയാം. ഇവിടെ ഈ വാർഡിലെ എല്ലാ ആൾക്കാരെ പേപ്പറും കാര്യങ്ങളൊക്കെ നന്നാക്കി കൊടുക്കലൊക്കെ ഓൻ തന്നെയാണ്. ഇവിടെ ആദ്യമുള്ള ആ വാർഡ് മെമ്പർ ഒത്തിനും പറ്റിയില്ല. പിന്നെ ഇമ്മറാജിന്റെ ചെക്കനാണ് എതിര് സ്ഥാനാർത്ഥി. ഇമ്മറാജിന്റെ ബാപ്പുള്ള കാലത്ത് അവിടെ പണിയെടുക്കിയെന്ന് ഞാന്. എന്നിട്ട് ഓൽക്ക് എതിരായിട്ടൊരു നന്ദികേട് കാണിച്ചാൻ പറ്റുമോ? ഈ ഇരിക്കക്കൂല നിൽക്കുന്ന ഈ സ്ഥലം അതൊക്കെ 7 സെന്റ് സ്ഥലം അത് ഇമ്മറാജിന്റെ ബാപ്പ ഇച്ച് സൗജന്യമായിട്ട് തന്നതാണ്. അതിൽ വലിയ പേരാ എന്റെ മോൻ കയറ്റി. അത് ശരിയൊക്കെ തന്നെ ഇക്കാരം. അതുകൊണ്ട് ഓനോട് അയാൾക്ക് എതിരായിട്ട് മത്സരിച്ചണ്ടെന്ന് പ്രത്യേകം പറഞ്ഞാളെ. അത് ഇന്നും ഇന്നലെ ഒന്നല്ല മനസ്സാ. പണ്ടത്തെ കാലല്ലേ. അന്ന് നിങ്ങൾ ഓലെ പേരിൽ നല്ലോണം പേറിയിട്ടുണ്ടാവും. അതിന് തന്നതേക്കാരോല്. അന്നത്തെ കാലത്ത് നബീസോ മുളന്റെ അരി കൊടുക്കാണ്ടാണ് എന്റെ അമ്മ അവിടെ കഞ്ഞി ചെയ്യുന്നത്. കഞ്ഞി കുടിച്ചാൻ പകലായിട്ട് അവിടെ പണിക്ക് പോകുമ്പോഴേ ഓരമ്മ തന്റെ കഞ്ഞിന്റെ ചാതി ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അതൊന്നും മറന്നുകാണ്ട് അയാളോടൊരു നന്ദികേട് കാട്ടാൻ പറ്റൂല. ഓ അതിന് നിന്നിട്ടൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ഓന് ആ പാർട്ടി കെട്ടി ഇങ്ങനെ നടക്കുന്ന ആളൊന്നല്ല. ഓനോട് നമുക്ക് പറഞ്ഞു നോക്കാം.